സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ആശാ വർക്കർമാർ. മാർച്ച് 3-ന് നിയമസഭാ മാർച്ച് നടത്തുമെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. നിയമസഭ പുനരാരംഭിക്കുമ്പോൾ ആദ്യം ആശമാരുടെ പ്രശ്നം ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. സമരം 17ാം ദിവസവും തുടരുകയാണ്. അതേസമയം ആശാ വർക്കർമാരുടെ സമരത്തെ CPIM ഇന്നും അധിക്ഷേപിച്ചു. സമരം ചെയ്യുന്നത് ഈർക്കിലി സംഘടനയെന്ന് എളമരം കരീം പരിഹസിച്ചു. ആരോഗ്യമേഖലയെ പ്രതിസന്ധിയിലാക്കിയുള്ള സമരം അംഗീകരിക്കാനാവില്ലെന്നും എളമരം കരീം പറഞ്ഞു. ഈ NHMന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറില്ല. ഞങ്ങൾ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ട്രേഡ് യൂണിയനും ഒരു മീറ്റിംഗ് വിളിക്കണം, ഈ പ്രശ്നത്തിൽ ഒരു ചർച്ച നടത്തിയിട്ട് ഈ മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, അവർക്കത് അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല. അവരെന്തോ ചെയ്യുന്നു. ഈ ജീവിത പ്രയാസം കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയാൽ തിരക്കേടില്ല എന്ന് ആർക്കാ തോന്നാത്തത്? അങ്ങനെയൊക്കെ കുറച്ച് ആളുകൾ പോയിട്ടുണ്ടാവാം. അത്തരം ഒരു വിഭാഗീയ സമരം കൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. സമരത്തിനെതിരായ CPIM ആരോപണങ്ങൾ സമരസമിതി തള്ളി. തൊഴിലാളികളാണവർ, അവർ നടത്തുന്ന സമരം ന്യായമായ സമരമാണ്, തൊഴിലാളികളുടെ ആവശ്യമാണത്. സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനപക്ഷ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ആ ഗവൺമെൻറ് തൊഴിലാളികളോട് ആഭിമുഖ്യമുള്ള ഗവൺമെൻറ്റാണ്. അവർ ചർച്ച നടത്തിയിരുന്നു. തീർച്ചയായിട്ടും വീണ്ടും ചർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. തീർച്ചയായിട്ടും കേന്ദ്രമാണ് അവരെ തൊഴിലാളികൾ എന്ന് അംഗീകരിക്കേണ്ടത്. സുപ്രീം കോടതിയുടെ മുന്നിൽ പോലും കേന്ദ്രം അവരെ തൊഴിലാളികളായി അംഗീകരിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്രം തീർച്ചയായിട്ടും കൈക്കൊള്ളണമെന്ന് ആനി രാജയുടെ പ്രതികരണമായിരുന്നു കണ്ടത്. ആദിൽ പാലോട് നൽകുന്ന വാർത്തയുടെ വിശദാംശങ്ങൾ. ആദിൽ, 17ാം ദിവസത്തിലേക്ക് കടന്നു സമരം. ഇപ്പോഴും CPIMന്റെ ഭാഗത്തു നിന്നുള്ളൊരു അത്ര ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ ഇപ്പോഴും അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരാമർശങ്ങളാണ് വരികയും ചെയ്യുന്നത്. അത്ര ആശാവഹമല്ല ഇപ്പോഴും കാര്യങ്ങൾ. എന്തായാലും സമരം, പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം, അല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. പലതരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ വരുന്നുണ്ട്. ചില അരാജകത്വ ശക്തികളാണ് ഇതിന് പിന്നിൽ എന്ന വിമർശനം CPIMന്റെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ CITU നേതാവ്, CPIMന്റെ മുതിർന്ന നേതാവ് എളമരം കരീമിന്റെ പ്രതികരണം ഈർക്കിൽ സംഘടനയാണ് ഇപ്പോൾ സമരം നടത്തുന്നത് എന്നായിരുന്നു. ഈ തരത്തിലല്ല സമരം നടത്തുന്നത്. ആരോഗ്യ മേഖലയെ സ്തംഭിപ്പിക്കുന്ന രൂപത്തിൽ സമരം നടത്തിയിട്ട് പ്രയോജനമില്ല എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങളും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുമാണ് സംഘടനയ്ക്കെതിരെ, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനെതിരെ ഉയർന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല എന്ന പ്രതികരണം സമരക്കാരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള പൊതുബോധവും പൊതുജനങ്ങളും സമരക്കാർക്കൊപ്പമുണ്ട് എന്നതാണ് ഇപ്പോൾ നമ്മൾ വിലയിരുത്തുന്ന കാര്യവും. നിയമസഭാ മാർച്ച് എന്ന രൂപത്തിൽ നിയമസഭ തുടങ്ങുന്ന ദിവസം മാർച്ച് 3-ാം തീയതി സമരം സംഘടിപ്പിക്കുമെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. എല്ലാ സംഘടനകളുടെയും പിന്തുണയും ഇവർ തേടിയിട്ടുണ്ട്. നിയമസഭ ചേരുമ്പോൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ആശാ വർക്കർമാരുടെ പ്രശ്നമാണ് എന്ന വിഷയം ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. ഏതായാലും 17ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും അനുനയപൂർണമായ അല്ലെങ്കിൽ അനുകൂലമായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നതാണ് ഏറെ ഖേദകരം. ശ്രുതി. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.